അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ജമാഅത്ത് സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നിസ്കാരം അത് 2 പെരുന്നാൾ നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ 2 ഗ്രഹണ നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ മഴയെ തേടിയുള്ള നിസ്കാരം. അത് കഴിഞ്ഞ് 4ാമതായിട്ട് വരുന്ന ഏറ്റവും ശ്രേഷ്ഠതയുള്ള ജമാഅത്ത് സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. അത് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ എല്ലാ രാത്രിയിലും 10 സലാമോട് കൂടിയുള്ള 20 റക്അത്ത്. അതായത് സാധാരണഗതിയിൽ രാത്രിയുള്ള നിസ്കാരങ്ങൾ സ്വലാത്തുൽ ലൈലി മസന എന്നാണ്. എന്ന് പറഞ്ഞാൽ രാത്രിയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഈ രണ്ടായിക്കൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. ഓരോ 2 റക്അത്തിനും സലാം കിട്ടണം. അങ്ങനെ വരുമ്പോൾ 20 റക്അത്തുള്ള നിസ്കാരമാകുമ്പോൾ 10 സലാം. ഇങ്ങനെയാണ് സ്വഹാബത്ത് മുഴുവനും ഏകോപിതമായ അഭിപ്രായത്തോടു കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നതും. ഇമാം ബൈഹഖി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നഹും കാനൂ യഖൂമൂന അലാ അഹദി ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫീ ശഹ്രി റമളാന ബി 20 റക്അത്തൻ. അഥവാ സ്വഹാബത്ത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അവർ എല്ലാ പരിശുദ്ധമായ റമളാനിൻ്റെയും രാത്രിയിൽ 20 റക്അത്ത് നിസ്കരിച്ചിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, മക്കത്തുള്ള സ്വഹാബത്ത് അവർ ഓരോ 4 റക്അത്തിൻ്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. തറവീഹത്ത് എന്ന് പറയും. ഈ തറവീഹത്തിൽ അവർ സാധാരണ മക്കത്തുള്ളവർ 7 തവണ കഅബ തവാഫ് ചെയ്യലായിരുന്നു. എന്നാൽ മദീനത്തുള്ള സഹാബത്ത് ആ 7 തവണ തവാഫ് ചെയ്യുന്നത് പകരമായിട്ട് ഓരോ 4 റക്അത്തിൻ്റെയും ഗ്യാപ്പിൽ 4 റക്അത്ത് തറാവീഹിൻ്റെതല്ലാത്ത സുന്നത്ത് നിസ്കരിക്കലായിരുന്നു. അങ്ങനെ സഹാബത്തിന് അന്ന് 36 റക്അത്ത് വരെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും 20 റക്അത്താണ് തറാവീഹ് എന്നുള്ള നിസ്കാരം റമദാനിലെ എല്ലാ രാത്രിയിലും പ്രത്യേകം സുന്നത്തായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് തറാവീഹിൻ്റെ നിയ്യത്ത്? 2 രീതിയിലുള്ള നിയ്യത്താണുള്ളത്. ഒന്ന്, തറാവീഹിൻ്റെ 2 റക്അത്ത് നിസ്കാരം ഓരോ 2 റക്അത്തിലും വെക്കുക. തറാവീഹിൻ്റെ 2 റക്അത്തും അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. മറ്റൊന്ന് ഖിയാമു റമളാൻ മാസത്തിലെ സ്പെഷ്യലായിട്ടുള്ള നിസ്കാരമാണല്ലോ തറാവീഹ് നിസ്കാരം. അപ്പം ഖിയാമു റമളാൻ എന്ന് വെച്ചാലും അല്ലെങ്കിൽ തറാവീഹിൻ്റെ നിസ്കാരം എന്നൊരു രണ്ടിൽ ഏത് നിയ്യത്തും വെക്കാവുന്നതാണ്. ഇനി അതിൻ്റെ സമയം, തറാവീഹ് നിസ്കാരത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ഇശാഇൻ്റെയും ഫജ്റിൻ്റെയും സുബഹിയുടെയും ഇടയിലുള്ള സമയമാണ് തറാവീഹിൻ്റെ സമയം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമാകുന്നത് അതിൻ്റെ ആദ്യ സമയത്തിൽ നിർവഹിക്കലാണ്. ആദ്യ സമയം എന്ന് പറഞ്ഞാൽ ഇശാ നിസ്കരിച്ച ഉടനെ, സാധാരണയായിട്ട് നമ്മുടെ നാടുകളിൽ ചെയ്തു പോരുന്നത് പോലെ ഇശാ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള സമയമാണ് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം. ശ്രദ്ധിച്ചുകൊണ്ട് അമലുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.